ഫസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ സെർച്ച് ബോക്സിൽ സ്മാർട്ട് സ്റ്റാർട്ട് സർവീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് നമുക്ക് വരാൻ സാധിക്കും. ഈ പേജിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് രജിസ്റ്റർ യുവർ ബേബി എന്ന് പറയുന്ന ആ ഒരു പേജാണ്. ഇതിൽ തന്നെ ഫസ്റ്റ് വരുന്നത് ചൈൽഡിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാനായിട്ടാണ്. കുഞ്ഞിൻ്റെ പേര്, കുഞ്ഞിൻ്റെ സെക്സ്, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, കുഞ്ഞ് ഹോസ്പിറ്റലാണോ വീട്ടിലാണോ ജനിച്ചത്, അതിനുശേഷം കുഞ്ഞിൻ്റെ എത്നിക് ഗ്രൂപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ ഡ്രാഫ്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാം. പിന്നീട് എന്തെങ്കിലും എഡിഷൻ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി. സെക്കൻഡ് പേജ് ഓപ്പൺ ചെയ്യുമ്പം അമ്മയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ബേസിക് ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് അവർ ചോദിക്കും. അതായത് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. തേർഡ് പേജ് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന അതർ പേരൻ്റ് എന്നാണ്. അത് ഫാദറിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത്. മദറിൻ്റെ കൊടുത്ത പോലെ തന്നെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. പേര്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അഡ്രസ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ഒക്കുപേഷൻ, അതുപോലത്തെ കാര്യങ്ങൾ. ഫോർത്ത് പേജ് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന പേരൻസ് റിലേഷൻഷിപ്പാണ്. അതിൽ മെയിനായിട്ട് അവർക്ക് വേണ്ടത്, അവർ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെയിം പേരൻറ്റ് റിലേഷൻഷിപ്പിൽ വേറെ മക്കളുണ്ടോ, ആ കുട്ടികളുടെ ഡീറ്റെയിൽസാണ് ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫിഫ്ത്ത് പേജിൽ സർവീസസ് ഫോർ യു ആൻഡ് യുവർ ബേബി, ഇതിൽ മെയിനായിട്ട് ബെസ്റ്റ് ആർട്ട് പേയ്മെൻറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ബെസ്റ്റ് ആർട്ട് പേയ്മെൻറ്റ്സിനെ കുറിച്ച് അറിയാത്തവർക്കായി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പ്രൈമറി കെയർ ഗീവറിൻ്റെ ഡീറ്റെയിൽസാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവരുടെ IRD നമ്പർ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം, ബാങ്ക് നമ്പർ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് വീക്ക്ലി ആണോ ഫോർട്ട് നൈറ്റ്ലി ആണോ ലംസമായിട്ടാണോ പേയ്മെൻറ്റ് വേണ്ടത്, ആ ഡീറ്റെയിൽസ് നമുക്കിതിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് കുഞ്ഞിന് വേണ്ടിയുള്ള IRD നമ്പർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കുഞ്ഞിന് വേണ്ടിയുള്ള IRD നമ്പർ നമുക്ക് ഇമെയിലായിട്ട് റിസീവ് ചെയ്യണമെങ്കിൽ അതിനൊരു ഓപ്ഷനുണ്ട്. അത് യെസ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് പേജിലോട്ട് പോവുക. സിക്സ്ത് പേജിൽ മാനേജ് യുവർ ബെസ്റ്റ് ആർട്ട് പേയ്മെൻറ്റ്സ്. ഓൾറെഡി MyIR അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു പേജ് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അത് സൈനപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ പേജിലുണ്ട്. നെക്സ്റ്റ് പേജിൽ ഓർഡർ എ ബർത്ത് സർട്ടിഫിക്കറ്റ്, നമുക്ക് ഡിസൈൻ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡെലിവറി അഡ്രസ്സും പ്രൊവൈഡ് ചെയ്യുക. വിത്തിൻ 5 to 7 days നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യുന്നതായിരിക്കും.